വിവാദ ചിത്രം കേരള സ്റ്റോറി 2 കാണാൻ തിയേറ്ററുകളിൽ ആളില്ല. പലയിടത്തും ഒരു ടിക്കറ്റ് പോലും വിറ്റുപോകാത്തതിനാൽ ഷോകൾ റദ്ദാക്കി. പ്രദർശനം തീരുമാനിച്ച തിയേറ്ററുകൾക്ക് മുന്നിൽ ഡിവൈഎഫ്ഐ പ്രതിഷേധിച്ചു. കേരളത്തിൽ മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചെന്നാരോപിച്ച് സിനിമയുടെ അണിയറ പ്രവർത്തകർക്കെതിരെ യൂത്ത് കോൺഗ്രസ് ഡിജിപിക്ക് പരാതിയും നൽകി. കൊട്ടിയാഘോഷിച്ചെത്തിയ ചിത്രം കേരള സ്റ്റോറി 2ാം ഭാഗത്തിന് കേരളത്തിലാകെ തണുത്ത പ്രതികരണം. ചിത്രം കാണാൻ ആളില്ലാത്തതിനെ തുടർന്ന് കേരളത്തിലാകെ ഷോ റദ്ദാക്കേണ്ട ഒരവസ്ഥയാണ്. വിവാദങ്ങൾക്കിപ്പുറം കേരള ബോക്സ് ഓഫീസിൽ ചിത്രം തകർന്നടിയുന്ന കാഴ്ച. കോഴിക്കോട് റീഗൽ സിനിമാസിലും ഇമാക്സിലും എറണാകുളം ഷേണായിസിലും പാൻ സിനിമാസിലും ചിത്രം കാണാൻ ആളില്ലാത്തതിനെ തുടർന്ന് ആദ്യ ഷോ റദ്ദാക്കി. ഇന്നലെ രാത്രിയും റീഗൽ സിനിമാസിൽ പ്രദർശനം റദ്ദാക്കിയിരുന്നു. കണ്ണൂർ ലിബർട്ടി തിയേറ്ററിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രദർശനം തടഞ്ഞു. ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. എറണാകുളം ഷേണായിസ് തിയേറ്ററിനകത്തേക്ക് കയറിയ പ്രവർത്തകർ ബാനർ ഉയർത്തിയായിരുന്നു പ്രതിഷേധിച്ചത്. തൃശൂർ ഒല്ലൂർ തിയേറ്ററിലേക്ക് പ്രതിഷേധം നടത്തിയ ഡിവൈഎഫ്ഐക്കാർ പോസ്റ്ററിൽ കരിയോയിൽ ഒഴിച്ചു. പ്രദർശനം നടന്ന തിയേറ്ററുകളിൽ 15 പേരിൽ താഴെ മാത്രമാണ് കാണികളായി ഉണ്ടായിരുന്നത്. വിദ്വേഷ സിനിമയായ കേരള സ്റ്റോറി മലയാളികൾ ഒരേ മനസ്സോടെ ബഹിഷ്കരിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് എ റഹീം MP പറഞ്ഞു. ഇത് മലയാളികൾക്കും കേരളത്തോടും എതിരെയുള്ള സംഘപരിവാറിന്റെ ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റാണ്. കേരളത്തെ ഒറ്റപ്പെടുന്നതിനും കേരളത്തെ തകർക്കുക എന്ന ലക്ഷ്യത്തോടും കൂടി സംഘപരിവാർ ബുദ്ധി കേന്ദ്രങ്ങൾ പടച്ചുണ്ടാക്കുന്ന വിശാലമായ പദ്ധതിയുടെ ഒരു ഭാഗം മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ പ്രൊപ്പഗാൻഡ സിനിമ. കേരള സ്റ്റോറി ഉറപ്പായും കാണും എന്നായിരുന്നു കുമ്മനം രാജശേഖരന്റെ പ്രതികരണം. ആ സിനിമ ആളുകൾ കാണുകയോ കാണാതിരിക്കുകയോ എന്നുള്ളത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളാണ്. അത് അവർ തീരുമാനിക്കട്ടെ. പക്ഷേ ഞാൻ തീർച്ചയായിട്ടും കാണും. പിന്നെ തീർച്ചയായിട്ടും കാണും. ഞാൻ 1ാം ഭാഗം കണ്ടതാണ്. കേരള സ്റ്റോറി കാണുമോ എന്ന ചോദ്യത്തോട് പ്രതികരിക്കാൻ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ തയ്യാറായില്ല. സിനിമയുടെ അണിയറ പ്രവർത്തകർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ആബിദ് അലി DGPക്ക് പരാതി നൽകി. സിനിമയിൽ ഇല്ലാത്ത രംഗങ്ങൾ ഉപയോഗിച്ച് ട്രെയിലറും ടീസറും നിർമ്മിച്ചത് മതസ്പർദ്ധ ഉണ്ടാക്കാനാണ് എന്ന് പരാതിയിൽ പറയുന്നു. ഇനി വരാനിരിക്കുന്ന പ്രതിഷേധങ്ങളിലും തിയേറ്ററുകളിൽ സമാനമായ പ്രതിഷേധം ഉയർത്തി പ്രദർശനം അവസാനിപ്പിക്കാനാണ് ഡിവൈഎഫ്ഐയുടെ തീരുമാനം. കോഴിക്കോട് നിന്ന് M മുബാറക്കിനും അബ്ദുൾ റഹീമിനുമൊപ്പം ക്യാമറാമാൻ മുഹമ്മദ് യഹിയയ്ക്കും അഫ്സൽ രാജിനുമൊപ്പം സൈഫുന്നിസാലിയാർ, ന്യൂസ് മലയാളം, കൊച്ചി.